പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദിയുമായി മികച്ച സംഭാഷണം നടന്നെന്ന ട്രംപിന് നന്ദി പറഞ്ഞ മോദിയുടെ ട്വീറ്റ്. ഇന്ത്യൻ US ബന്ധം ദൃഢമാക്കുമെന്ന് മോദി പറഞ്ഞു. യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്തെന്ന് നേതാക്കൾ. വിവരങ്ങളുമായി രഞ്ജിൽ രാജാണ് ചേരുന്നത്. രഞ്ജിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും മോദിയുടെ ജന്മദിനമാണ് ഇന്ന്. 75ാം പിറന്നാളിന് ജന്മദിന ആശംസകൾ സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നേർന്നിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ വ്യാപാര മേഖലയിലുണ്ടെങ്കിലും എന്തായാലും മോദിയും ട്രംപും തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധമാണെന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും നിരവധി സംഭാഷണങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെലിഫോൺ വഴിയാണ് അമേരിക്കൻ പ്രസിഡന്റ് മോദിയുമായി സംസാരിച്ചത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ചർച്ചയൊക്കെ നടന്നിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു കോള് മോദിക്ക് വരുന്നത്. മോദി തന്റെ ഫ്രണ്ടാണ്, മോദിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ മോദിയുടെ പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക, മികച്ച രീതിയിൽ നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നുണ്ട് എന്നീ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഫോൺ സന്ദേശം. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ, മികച്ച രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നത്. ഇതിനെ തിരിച്ചൊരു മറുപടിയുമായി അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ആശംസകൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ട്രംപിന്റെ വിഷസിന് നന്ദി. അതേപോലെ തന്നെ ഈ ഒരു ബന്ധം, ഈ ഒരു അമേരിക്കയും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഊഷ്മളമായി തന്നെ മുന്നോട്ട് പോകട്ടെ. അതേപോലെ തന്നെ ഈ ഒരു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് പിന്തുണയേകുന്നു, അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു നരേന്ദ്രമോദിയും പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര ചർച്ച നടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇത്തരത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു തർക്കം അല്ലെങ്കിൽ ഒരു ഭിന്നാഭിപ്രായം നിലനിന്നിരുന്നു. ഈ ഒരു ടാരിഫുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 1.5 മാസത്തെ കടുത്ത ഭിന്നതയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റും മോദിയും തമ്മിൽ ഒരു സംസാരം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫോൺ സംഭാഷണം നടക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ച ഫലമായി എന്നുള്ള ഒരു സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും 2 തർക്കങ്ങളായിരുന്നു, അല്ലെങ്കിൽ 2 കാര്യങ്ങളിലായിരുന്നു ഈ ഒരു ഇരു രാജ്യങ്ങളും തമ്മിലൊരു തർക്കം നിലനിന്നിരുന്നത്. അതിലൊന്ന് ഈ ഒരു ചോളം ഉൾപ്പെടെയുള്ള കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും, അതേപോലെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും. ഇതിൽ അമേരിക്കയുടെ നിലപാട് ചോളം ഉൾപ്പെടെയുള്ള ഈ ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യണം എന്നൊരു നിലപാടിൽ അമേരിക്ക ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചോളം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. അതേപോലെ തന്നെ ഈ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇന്ത്യ പറയുന്നത് ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ ഈ ഒരു വ്യാപാര ചർച്ചയുമായി, അല്ലെങ്കിൽ വ്യാപാര കരാറുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. അതിനു മേലായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ 25% തീരുവ ഉണ്ടായിരുന്നത് 25% അധിക തീരുവ ചുമത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചർച്ചയായത്. എന്തായാലും ചർച്ച ഫലമായി എന്നുള്ള ഒരു ഫലസൂചന, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ് ഇരു നേതാക്കളുടെയും ഈ ഒരു ഫോൺ സംഭാഷണത്തിലൂടെയും ഒക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി തുടർന്നുള്ള ഈ ഒരു വർഷങ്ങളിൽ തുടർന്ന് ഇനി മുന്നോട്ട് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ഒരു വ്യാപാരത്തിലായാലും ഒരു സൗഹൃദത്തിലായും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നൊരു സൂചന തന്നെയാണ് ഈ 2 നേതാക്കളുടെയും ഈ ഒരു പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ ഫോൺ സംഭാഷണത്തിലൂടെയും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കടുത്ത ഭിന്നാഭിപ്രായം നിലനിന്നിരുന്ന 2 നേതാക്കൾക്കിടയിലെ ആ ഒരു അഭിപ്രായ വ്യത്യാസം തന്നെയാണ് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ചർച്ച മുന്നോട്ട് നല്ല രീതിയിൽ പോകും, അല്ലെങ്കിൽ വ്യാപാര ബന്ധം നല്ല രീതിയിൽ പോകും എന്നൊരു സൂചന തന്നെയാണ് ഈ ഒരു കരാർ ചർച്ചയ്ക്ക് ശേഷം അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് വിളിച്ച് വിഷസ് അറിയിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുമായി നല്ലൊരു സൗഹൃദം നിലനിൽക്കുന്നു. ഈ ഒരു സൗഹൃദം ഇനി മുന്നോട്ട് പോകട്ടെ എന്നൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയുന്നുണ്ട് രേണു.
ശരി, രഞ്ജിൽ, വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദിയുമായി മികച്ച സംഭാഷണം നടന്നെന്ന് ട്രംപിന് നന്ദി പറഞ്ഞ മോദിയുടെ ട്വീറ്റ്. ഇന്ത്യ US ബന്ധം ദൃഢമാക്കുമെന്ന് മോദി പറഞ്ഞു. യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്തെന്ന് നേതാക്കൾ. വിവരങ്ങൾ പങ്കുവച്ചത് രഞ്ജിൽ രാജാണ്.